കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്റർനാഷണൽ ലെവലിലെ ഏറ്റവും മികച്ച MBBS എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ലീഡിംഗ് രാജ്യങ്ങളുടെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ തന്നെ വളരെ മുന്നിട്ട് നിൽക്കുന്ന രാജ്യമാണ് ചൈന. ഇതിന്റെ ഏറ്റവും വലിയ റീസൺ NMC തന്നെയാണ്. ചൈന ഒരു ഏഷ്യൻ രാജ്യമായതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ പഠിക്കുന്ന സെയിം MBBS പ്രോഗ്രാമും ഡ്യൂറേഷൻ തന്നെയാണ് ചൈനയിലും വരുന്നത്. ഈ മെഡിക്കൽ അക്കാഡമിക്സ് രംഗത്ത് വളരെ സജീവമായിട്ടാണ് ചൈന ക്വാളിഫൈഡ് ഡോക്ടർമാരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് പ്രൂവ് ചെയ്യാനും വളരെ ഈസിയാണ്. നിങ്ങളുടെ അടുത്തുള്ള ഒരു ലൊക്കാലിറ്റിയിലെ ഹോസ്പിറ്റലിൽ ഇനി നിങ്ങൾ സന്ദർശിക്കുന്ന സമയത്ത് വിദേശത്തു നിന്ന് പഠിച്ചു വന്ന ഡോക്ടർമാരുണ്ടോ നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചൈനയിൽ നിന്ന് MBBS പഠിച്ച് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാരെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കും. 1986 സ്ഥാപിക്കപ്പെട്ട ചൈനയിലെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് സെൻട്രൽ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നായിട്ടുള്ള നിംബോ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നിലവിൽ 1500 മുകളിൽ ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിച്ചിറങ്ങിയിട്ടുള്ള യൂണിവേഴ്സിറ്റി കൂടിയാണ് നിംബോ. ഈ നിംബോ യൂണിവേഴ്സിറ്റിയിൽ വരുന്ന ട്യൂഷൻ ഫീസ്, അക്കാഡമിക്സ്, യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ, പ്രോഗ്രാം കരിക്കുലം, എൻട്രി ക്രൈറ്റീരിയ, ലിവിംഗ് എക്സ്പെൻസ്, കരിയർ ഓപ്പർച്യൂണിറ്റീസ് തുടങ്ങിയ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. ഈസ്റ്റേൺ ചൈനയുടെ സിജിയാങ് എന്ന പ്രൊവിൻസിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു പോർട്ട് സിറ്റിയാണ് നിംബോ. ഈ സിജിയാങ് പ്രൊവിൻസ് ചൈനയുടെ തന്നെ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള പ്രൊവിൻസിൽ ഒന്നാണ്. വളരെയധികം ഹിസ്റ്റോറിക്കൽ പ്രാധാന്യമുള്ള ഈ ഒരു പോർട്ട് സിറ്റിയിൽ നിലവിൽ ചൈനയുടെ ഏറ്റവും വലിയ ട്രേഡ് ആൻഡ് എക്കണോമിക് ഹബ്ബും കൂടിയിട്ടാണ്. ടിയാനി പവലിയൻ എന്നറിയപ്പെടുന്ന ചൈനയിലെ ഓൾഡസ്റ്റ് ലൈബ്രറി, ഡോങ്ജിയാങ് ലേക്ക്, ബുവാഗുവ ടെമ്പിൾ തുടങ്ങിയ ഒരുപാട് ബ്യൂട്ടിഫുൾ ലാൻഡ്മാർക്സ് നിങ്ങൾക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. ഇനി യൂണിവേഴ്സിറ്റിയുടെ ലൊക്കേഷൻ വരുന്നത് നിംബോയുടെ തന്നെ ഡെവലപ്ഡ് പ്രൊവിൻസിലൊന്നായിട്ടുള്ള ജിയാങ്ബെയിലാണ്. 12 സ്ക്വയർ കിലോമീറ്റർ അഥവാ 3000 ഏക്കർ ലാൻഡ് ഏരിയയിൽ 5ഓളം ക്യാമ്പസും 8 ഹോസ്റ്റൽസും സൂപ്പർ മാർക്കറ്റ്സ്, ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ, ലൈബ്രറി, ക്യാൻറ്റീൻസ്, പോലീസ് ഹെഡ് പോസ്റ്റും എല്ലാം വരുന്ന വിശാലമായിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ക്യാമ്പസ് ആണ് നിംബോയുടേത്. മോഡേൺ അർബൻ ഇൻഫ്രാസ്ട്രക്ചറുള്ള ഇവിടെ നിങ്ങളെ അതിശയിപ്പിക്കുന്ന ഫെസിലിറ്റീസും ജീവിത സാഹചര്യങ്ങളാണുള്ളത്. റെയിൽവേ സ്റ്റേഷൻസ്, എയർപോർട്ട്, ബസ് ടെർമിനൽസ് എല്ലാം വളരെ അടുത്തായതുകൊണ്ട് തന്നെ ട്രാവലിങ്ങിന് നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. ഇൻ ടൗൺ ട്രാവലിങ്ങിനാണെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട്സ്, മെട്രോ, ട്രാം തുടങ്ങിയവെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ചൈന ആയതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് സേഫ്റ്റി കൺസേൺസ് ഒന്നും തന്നെ വേണ്ട. അത്രയധികം സ്ട്രോങ് ആണ് ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ സിസ്റ്റംസ്. സ്റ്റുഡന്റ് സേഫ്റ്റി ഉറപ്പുവരുത്താനായിട്ട് നിംബോ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഒരു ഡെഡിക്കേറ്റഡ് ക്യാമ്പസ് സെക്യൂരിറ്റി ടീം ആൻഡ് സിസ്റ്റംസും വർക്ക് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ കുട്ടികൾ വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു പഠനാന്തരീക്ഷത്തിലാണ് നിംബോയിലുള്ളത്. ഇനി നമുക്ക് ഈ നിംബോ യൂണിവേഴ്സിറ്റിയുടെ റെക്കഗ്നേഷൻസ് നോക്കുകയാണെങ്കിൽ സെന്റർ ഫോർ വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ തന്നെ ചൈനയിലെ 3000ഓളം യൂണിവേഴ്സിറ്റികളാണുള്ളത്. അതിൽ തന്നെ 79ാമത്തെ റാങ്കാണ് നിംബോ യൂണിവേഴ്സിറ്റിയുടേത്. ചൈനയിലെ മെഡിക്കൽ എഡ്യൂക്കേഷൻസ് ആൻഡ് റിസർച്ച് രംഗത്ത് ഏറ്റവും കൂടുതൽ വാല്യുബിൾ കോൺട്രിബ്യൂഷൻസും കൂടി നൽകിയ യൂണിവേഴ്സിറ്റിയാണ് നിംബോ. 2024 സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം നാഷണൽ ഗവൺമെന്റ് ലെവലിൽ 200ഓളം പ്രൊജക്ടുകളിലാണ് നിംബോ യൂണിവേഴ്സിറ്റി ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇനി നമ്മുടെ ഇന്ത്യയിലെ NMC ഗൈഡ്ലൈൻസ് പ്രകാരം 5 വർഷത്തെ കോഴ്സും 1 വർഷത്തെ സെപ്പറേറ്റ് ഇന്റേൺഷിപ്പും നിങ്ങൾക്ക് നിംബോ യൂണിവേഴ്സിറ്റിയിൽ കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് എക്സാം ത്രൂ ഇന്ത്യയിൽ നിങ്ങൾക്ക് ഒരു PG അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ചെയ്യാനും സാധിക്കും. കൂടാതെ WFME, ECFMG അക്രഡിറ്റേഷൻസും നിംബോ യൂണിവേഴ്സിറ്റിയിലേക്കുണ്ട്. ഈ അക്രഡിറ്റേഷൻസ് എല്ലാം പ്രൂവ് ചെയ്യുന്നത് മെഡിക്കൽ എഡ്യൂക്കേഷൻ രംഗത്ത് എല്ലാ രീതിയിലും ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ് നിംബോ എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇവിടുത്തെ MBBS പ്രോഗ്രാമിനെ കുറിച്ച് നോക്കാം. ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന അയൽരാജ്യമായിട്ടുള്ള ചൈനയിൽ ഇന്ത്യയിലെ തന്നെ സെയിം MBBS പ്രോഗ്രാമാണ് വരുന്നത്. ഏഷ്യൻ രാജ്യങ്ങളിൽ നമ്മൾ പഠിക്കുന്നത് ക്ലിനിക്കൽ മെഡിസിൻസ് ആണ്. യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിൽ ഇതിന് പ്രിവെന്റീവ് മെഡിസിൻസ് എന്നും പറയാറുണ്ട്. സോ ഇംഗ്ലീഷ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിട്ടുള്ള 5 വർഷത്തെ ക്ലിനിക്കൽ സ്റ്റഡീസും 1 വർഷത്തെ സെപ്പറേറ്റ് ഇന്റേൺഷിപ്പ് ഉൾപ്പെടുന്ന കരിക്കുലമാണ് ചൈനയിലുള്ളത്. ആദ്യത്തെ 3 വർഷം വരുന്നത് പ്രീ ക്ലിനിക്കൽസ് ആണ്. ഫൗണ്ടേഷൻ സയൻസ് സബ്ജക്റ്റുകളായിട്ടുള്ള അനാറ്റമി, ഫിസിയോളജി, ബയോ കെമിസ്ട്രി എന്നിവയാണ് നിങ്ങൾ പഠിക്കുന്നത്. 3rd ഇയർ മുതൽ നിങ്ങൾക്ക് ക്ലിനിക്കൽ റൊട്ടേഷൻസ് ആണ് വരുന്നത്. ഇന്റേണൽ മെഡിസിൻസ്, സർജറി, പീഡിയാട്രിക്സ്, ഗൈനക്കോളജി എന്നീ ഏരിയാസിലൊക്കെ നിങ്ങൾ 3ാമത്തെ വർഷം മുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടുത്തെ എക്സാംസ് വരുന്നത് സെമസ്റ്റർ വൈസ് ആയിട്ടാണ്. ഓരോ സെമസ്റ്ററിൽ നിങ്ങൾക്ക് തിയറി എക്സാംസും പ്രാക്ടിക്കൽ അസസ്മെന്റ്സ് ആണ് ഉണ്ടായിരിക്കുന്നത്. തിയറി എക്സാംസിന് MCQ അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്, എസ്സേസ് എന്നീ ടൈപ്സുകളാണ് കൂടുതലും വരുന്നത്. സെമസ്റ്റർ എക്സാമുകൾ കൂടാതെ സബ്ജക്ട് വൈസ് എക്സാമുകളും യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇനി നമ്മൾക്ക് ഈ പ്രാക്ടിക്കൽസിന്റെ സമയത്ത് പേഷ്യൻസ് എക്സാമിനേഷൻസും ലബോറട്ടറി എക്സാംസുകളാണ് കൂടുതൽ വരുന്നത്. കൂടാതെ ഇന്റേൺഷിപ്പ് സമയത്ത് ഫൈനൽ ഇവാലുവേഷൻ എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. GP അഥവാ ഗ്രേഡ് പോയിന്റ് ആവറേജ് സിസ്റ്റം തന്നെയാണ് ഇവിടെ ഇവാലുവേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. GP അനുസരിച്ചിട്ടാണ് നിങ്ങൾ പാസ്സായോ അല്ലെങ്കിൽ ഫെയിൽ ആയോ എന്നും അറിയുന്നത്. ചൈനയിലെ ക്ലിനിക്കൽസ് വളരെ അഡ്വാൻസ്ഡ് ആണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയുടെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻസ് ഉള്ള ഏഷ്യൻ രാജ്യമായതുകൊണ്ട് തന്നെ 5 സ്റ്റുഡൻസിന് 1 കടാവർ വെച്ചിട്ടാണ് ചൈനയിൽ കിട്ടുന്നത്. മറ്റൊരു രാജ്യത്തും ഇല്ലാത്തൊരു ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ആണ് ചൈനയിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 8ഓളം അഫിലിയേറ്റഡ് ഹോസ്പിറ്റൽസും 4000ഓളം ബെഡ് കപ്പാസിറ്റിയും ഉള്ള ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ് നിംബോ. ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത ടോപ്പ് ക്ലാസ് ഹോസ്പിറ്റൽസിലാണ് നിങ്ങളുടെ ക്ലിനിക്കൽസ് ചെയ്യുന്നത്.
ടെക്നോളജി ഭീമന്മാരായിട്ടുള്ള ചൈനയുടെ ഹോസ്പിറ്റലിൽ മോസ്റ്റ് മോഡേൺ എക്യുപ്മെന്റോട് കൂടിയ ലാബ്സും ഇവിടെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ചൈനയുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന് റിസർച്ച് ബേസിസിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ തരുന്ന നിംബോ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഉറപ്പുവരുത്തുന്നത് മികച്ച പ്രൊഫസർമാരെയും കൂടിയാണ്. ഇനി നമ്മൾ നിംബോ യൂണിവേഴ്സിറ്റിയിലത്തെ ട്യൂഷൻ ഫീസ് നോക്കുകയാണെങ്കിൽ പ്രതിവർഷം 38,000 RMB ആണ് ഫീസ് വരുന്നത്. ഏതാണ്ട് 4,30,000 രൂപയോളമാണ് ഇന്ത്യൻ റുപ്പീസ്. നിംബോ യൂണിവേഴ്സിറ്റിയുടെ മറ്റൊരു പ്രത്യേകതയാണ് സ്കോളർഷിപ്പ്. ആദ്യത്തെ വർഷത്തെ ഫീസിന്റെ 50% എല്ലാ സ്റ്റുഡൻസിനും സ്കോളർഷിപ്പ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. രണ്ടാമത്തെ വർഷം മുതൽ അക്കാഡമിക് പെർഫോമൻസും നിങ്ങളുടെ അറ്റൻഡൻസും അനുസരിച്ചിട്ട് ആദ്യം വരുന്ന ബാച്ചിലെ 12 സ്റ്റുഡൻസിനും ഫുൾ ഫീസ് സ്കോളർഷിപ്സും ലഭിക്കും. പഠിക്കാൻ മിടുക്കരായിട്ടുള്ള നിങ്ങൾക്ക് ഫീസ് ഇല്ലാതെ MBBS പഠിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷൻ കൂടിയാണ് നിംബോ യൂണിവേഴ്സിറ്റി. ഇനി നമ്മൾ അക്കോമഡേഷൻ നോക്കുകയാണെങ്കിൽ തന്നെ ഓൺ ക്യാമ്പസ് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് വരുന്നുണ്ട്. 4 ഷെയറിംഗ് റൂമുകൾക്ക് 4,000 RMB ആണ് ഇയർലി ഹോസ്റ്റൽ ഫീസ് വരുന്നത്. നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് 2 ഷെയറിംഗോ സിംഗിൾ ഷെയറിംഗോ റൂമുകളോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഏതാണ്ട് 46,000 രൂപ മുതൽ 75,000 രൂപ വരെയാണ് ഹോസ്റ്റൽ ഫീസ് ആയിട്ട് വരുന്നത്. മറ്റ് പല രാജ്യങ്ങളെ വെച്ച് അപേക്ഷിക്കുമ്പോൾ തന്നെ ഒരുപാട് കുറവ് ഹോസ്റ്റൽ ഫീസ് ആണത്. മാത്രമല്ല US-നോട് കോമ്പീറ്റ് ചെയ്യുന്ന ഡെവലപ്ഡ് ആയിട്ടുള്ള ചൈനയിലെ ഹോസ്റ്റൽ ഫെസിലിറ്റീസും നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ നല്ലതാണ്. ഫുഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മെസ് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സെൽഫ് കുക്കിംഗ് ഓപ്ഷൻസ് ഉണ്ട്. ഭൂരിഭാഗം സ്റ്റുഡൻസും സെൽഫ് കുക്കിംഗ് ഓപ്ഷൻസ് ആണ് ചൂസ് ചെയ്യാറ്. അതാണ് നിങ്ങൾക്ക് കൂടുതൽ അഫോർഡബിളും ഹൈജീനിക്കും. ഒരു മാസത്തേക്ക് വരുന്ന ഡയറി പ്രൊഡക്ട്സും ഗ്രോസറി എക്സ്പെൻസും നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 8,000 രൂപയാണ് വരുന്നത്. ഇനി നമ്മൾ ഇവിടുത്തെ ഒരു ക്ലൈമറ്റിക്കൽ കണ്ടീഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ചൈനയിലെ തന്നെ കോസ്റ്റൽ റീജിയൻ ആയിട്ടുള്ള നിംബോയിൽ പൊതുവെ എൻജോയബിൾ ആയിട്ടുള്ള ഒരു പ്ലസന്റ് ക്ലൈമറ്റിക്കൽ കണ്ടീഷൻസ് ആണ് വരുന്നത്. സമ്മറും വിന്ററും ഓട്ടവും സ്പ്രിങ്ങും മഴയും എല്ലാ സീസണും വരുന്ന ഒരു വെൽക്കമിങ് ക്ലൈമറ്റ് കണ്ടീഷൻസ് ആണ് ഇവിടെ ഉള്ളത്. പൊതുവേ നമ്മുടെ കുട്ടികൾക്കൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന തണുപ്പ് തന്നെയാണ് വിന്റർ സമയത്ത് വരുന്നുള്ളൂ. ചൂടും മഴയും മാത്രം കിട്ടുന്ന നമ്മുടെ സ്റ്റുഡൻസ് ഇവിടെ വന്നാൽ തന്നെ എല്ലാ രീതിയിലത്തെ ക്ലൈമറ്റുകളും അവർ എൻജോയ് ചെയ്യാറുണ്ട്. ഇനി നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ട്രാവലിങ്ങിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നിംബോ ഇന്റർനാഷണൽ എയർപോർട്ടാണ് നിംബോ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിയറസ്റ്റ് ആയിട്ട് വരുന്നത്. ഏകദേശം 14 കിലോമീറ്റർ ആണ്. അതായത് ഒരു 20 മിനിറ്റ് ട്രാവലിംഗ് മാത്രമാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും എയർപോർട്ടിലേക്ക് വരുന്നത്. കോമൺലി RMBയുടെ മറ്റൊരു പേരായ യുവാൻ ആണ് കൂടുതൽ പോപ്പുലർ. ഒരു ചൈനീസ് യുവാന് ഇന്ന് ഏകദേശം 11 ഇന്ത്യൻ രൂപയോളമാണ് വരുന്നത്. നിംബോയിലെ MBBS പഠനത്തിന് ശേഷം ചൈനീസ് മെഡിക്കൽ ലൈസൻസ് എക്സാമിനേഷൻ അഥവാ CMLE എഴുതി നിങ്ങൾക്ക് ചൈനയിൽ ഒരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. വേൾഡ് വൈഡ് റെക്കഗ്നൈസേഷൻസ് ഉള്ള MBBS ഡിഗ്രി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹൈ സാലറി പാക്കേജ് ലഭിക്കുന്ന USA, ഓസ്ട്രേലിയ, ജർമ്മനി, UK തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഇന്ത്യയിലെ അതേ സിലബസ് ഫോളോ ചെയ്യുന്ന ചൈനയിൽ MBBS പഠിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ താരതമ്യേന എളുപ്പമാണ്. ഇന്ത്യയിൽ നിന്നും വിദേശത്ത് MBBS പഠിക്കാൻ പോകുന്ന നല്ലൊരു ശതമാനം സ്റ്റുഡൻസിനും തിരിച്ച് ഇന്ത്യയിൽ വന്ന് ഒരു PG ചെയ്യാനോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുക എന്നൊരു പ്ലാനും ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾക്ക് അത്തരത്തിലൊരു പ്ലാൻ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യം കൂടിയാണ് ചൈന. പഠനശേഷം നിങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ തുടരാനും സാധിക്കും. നിംബോയിൽ നിങ്ങളൊരു MBBS പഠിക്കുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റുകളാണ് മോഡേൺ ക്ലാസ് റൂം, ലാർജ് ഹോസ്പിറ്റൽ, എക്സലന്റ് ലാബ് ഫെസിലിറ്റീസ്, ഹൈലി ക്വാളിഫൈഡ് ഫെസിലിറ്റീസ്, ഗ്രേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ എന്നിങ്ങനെ ഒരുപാടുണ്ട്. ഇതെല്ലാമാണ് നിംബോയെ ചൈനയിലെ തന്നെ ടോപ്പ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാക്കി മാറ്റുന്നത്. ഇന്ന് ചൈന പോലുള്ള ഏറ്റവും മികച്ച നിലവാരത്തിൽ MBBS പ്രോഗ്രാം നൽകുന്ന രാജ്യത്ത് കമ്പാരിറ്റീവ്ലി കുറവ് ഫീസിലും സ്കോളർഷിപ്പോട് കൂടി നിങ്ങൾക്ക് മെഡിക്കൽ എഡ്യൂക്കേഷൻ പഠിക്കാനുള്ള ഒരു ഓപ്ഷനാണ് നിംബോ മെഡിക്കൽ യൂണിവേഴ്സിറ്റി. വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ ഫീൽഡിൽ ഒരു ഗ്ലോബൽ കരിയർ ഉറപ്പുവരുത്താൻ നിലവിൽ നിംബോ യൂണിവേഴ്സിറ്റിക്ക് സാധിച്ചിട്ടുണ്ട്. നിംബോ യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള എന്റെ നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. വിദേശത്ത് MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്നവർക്കൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്കും എബ്രോഡ് MBBS സംശയങ്ങളും നിങ്ങൾക്ക് കമന്റിൽ അറിയിക്കാം. MBBS പഠിക്കാൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടോപ്പ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി പരിചയപ്പെടുത്തുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഫോർ നൗ. താങ്ക്സ് ഫോർ വാച്ചിങ്.